സാറേ, ഇന്നലെ ഇവിടെ ഒരു സംഭവിക്കാൻ പാടത്തൊരു കാര്യം ഇവിടെ സംഭവിച്ചെന്ന് കേട്ടോ. അതേപ്പറ്റി സാറിൻ്റെ അറിയാം, എന്താ സംഭവം പറയാം സാറേ? ഇന്നലെ വെള്ളിയാഴ്ച സാധാരണ നോയമ്പിലെ വെള്ളിയാഴ്ച ആരാധന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പള്ളി 4:45 വരെ പള്ളിക്കലുള്ളതാണ്. ഞാനൊരു 11:30 തൊട്ടൊരു 12:40 വരെ ആരാധനയ്ക്കിരുന്നു. അതിനുശേഷം ഞാൻ കാറിലോട്ട് കയറാൻ വേണ്ടി താഴേക്ക് പോയി, അതായത് കുരിശുത്തൊട്ടിലേക്ക് പോയി. കുരിശുത്തൊട്ടിലേക്ക് പോയ സമയത്ത് പെട്ടെന്ന് ഒരു 3-4 കാർ ഇങ്ങോട്ട് പാഞ്ഞു വന്നു, നല്ല ഹൈ സ്പീഡിൽ. കുറേ ഒരു 3-5 ബൈക്കും വന്നു. എനിക്കതിനകത്ത് പ്രത്യേകിച്ച് അസ്വാഭാവികത ഒന്നും തോന്നിയില്ല. അപ്പം ഞാൻ ഓർത്തെന്നു ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിക്ക് എന്തെങ്കിലും ചടങ്ങുകൾ വല്ലതും കാണുമായിരിക്കും. അപ്പം അതിന് വേണ്ടി വന്നല്ല, 5-8 വണ്ടി ഇങ്ങനെ വരികയല്ല. അപ്പോൾ നല്ല അടിക്കടിക്ക് വണ്ടി ഇട്ടപ്പോൾ ഞാൻ ഓർത്തു ഇനിയും വേറെ വണ്ടി വരാൻ കാണുമായിരിക്കും എന്ന് ഓർത്തു. ഒരു ലാസ്റ്റ് വന്നത് നീല സ്വിഫ്റ്റ് കാറ് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് റൗണ്ട് വട്ടം കറക്കി സൗണ്ട് കേൾപ്പിച്ചു, വട്ടം കറക്കി. നിങ്ങളുടെ ഈ പള്ളി ഗ്രൗണ്ടിൽ പള്ളി ഗ്രൗണ്ട് പള്ളിയുടെ ഈ പള്ളി കോമ്പൗണ്ടിനകത്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഈ സൗണ്ട് കേട്ടോണ്ട് കൊച്ചച്ചൻ താഴെട്ടിറങ്ങി വന്ന് കൈകൊണ്ട് കാണിച്ചു. ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. അപ്പോഴെനിക്ക് ക്ലിക്കായി ഇതുപോലെ വേറെ ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാണ്. ഞാൻ പെട്ടെന്ന് ഗേറ്റ് അടിച്ചു. താഴെ JCB കിടപ്പുണ്ടായിരുന്നു, അതും അവിടെ കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഗേറ്റ് അടിച്ചിട്ട് ഞാൻ തിരിച്ച് ഓടിച്ചെന്നപ്പോഴത്തേനും അച്ഛൻ അപ്പുറത്തെ ഗേറ്റ് അടിക്കാൻ പോയ സമയത്ത് പടിഞ്ഞാറ് വശത്തെ ഞാൻ കിഴക്ക് സൈഡിലെ ഗേറ്റ് അടിച്ചു, അച്ഛൻ പടിഞ്ഞാറ് സൈഡിലെ ഗേറ്റ് അടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴാണ് ഇവര് വണ്ടി കെട്ടി തെച്ചിട്ട് ഗേറ്റ് അടയ്ക്കുന്നതാ വിട്ടോടാന്ന് പറഞ്ഞു. എല്ലാവരും വന്നതിനേക്കാൾ സ്പീഡ് അച്ഛനെ ഇടിക്കിട്ടിട്ട് തിരിച്ചു പോയത്. ആദ്യം ഒരു കാർ ഇടിച്ചു, ചെറുതായിട്ട് രണ്ടാമതൊരു കാർ ഇടിച്ചു. അങ്ങനെ ശരിക്കും അച്ഛൻ വീണു. അതാണ് സംഭവിച്ചത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇതിനെതിരെ എന്താണ് ഇതിനൊരു പരിഹാര മാർഗം, എന്താണ് നിങ്ങളുടെ പ്രതിഷേധ മാർഗം? പേരെ അറസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ DSP ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം മറ്റു വണ്ടികളുടെ നമ്പരെല്ലാം അവർക്ക് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ വണ്ടി നമ്പർ വെച്ച് ബാക്കി കാര്യങ്ങൾ ഇന്നുമായിട്ട് ചെയ്യും. ഇത് വന്നില്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള ഇടവക്കാരുടെ കൂട്ടായ്മയും പാലാ രൂപതയുടെ കൂട്ടായ്മയും ഈ കൊറോണയുടെ കീഴിലുള്ള മറ്റ് ഇടവക്കാരുടെ കൂട്ടായ്മയും കൂടി ചേർന്ന് തീരുമാനിച്ചേക്കുന്നത് അങ്ങനെയാണ്. ഇതിവിടെ ഇത് ആദ്യത്തെ സംഭവമല്ല, ഇത് പല പ്രാവശ്യമായിട്ട് സംഭവിക്കുന്നു. ഇവിടെ പെൺപിള്ളേർക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പല തവണ ഉണ്ടായി. നമ്മളെല്ലാം ഇതെല്ലാം വിട്ടുവീഴ്ചയുടെ മനോഭാവമുള്ള ആൾക്കാരായ എൻ്റെ വീട്ടിലൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കാര്യങ്ങൾ ഇങ്ങനെ പോയി. ഇനി ഇതിന് നമ്മളിതൊരു ഇവർക്കൊരു താങ്ങായി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിനി പള്ളി കുരിശും തൊട്ടി പറഞ്ഞ ആൾക്കാരെ വരികയാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ അതിനെന്താ പറയുന്നത്, നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ള വ്യക്തിപരമായ അഭിപ്രായം. ഞാനിപ്പോൾ ആ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ വന്നെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഞാനല്ലാതെ വേറെ ആര് വന്നാലും ചിലപ്പം ഇതിലും അപ്പുറം കൂടെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. ഞാൻ പെട്ടെന്ന് ഗേറ്റ് അടച്ചു, അത് വേറൊരു കാര്യം. ഏതൊക്കെ ആയാലും നമ്മുടെ ഒരു കൂട്ടായ്മ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തണം. അത് പല കാര്യങ്ങളായി. ഇപ്പോൾ നമ്മുടെ ഇവിടെ കുരിശ് കയറി ഇന്ന് പണ്ട് വീഡിയോ എടുത്ത സംഭവങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി സംപ്രേഷണം ചെയ്തതാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടാകാതെ നല്ല കൂട്ടായ്മ, നല്ല മതസൗഹാർദ്ദം ഉണ്ടായി മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടത്തിലുമുള്ള ആൾക്കാർക്ക് ഒരു ദുർമാതൃകയാകാതെ ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് പോയി പര്യവസാനിക്കണമെന്നാണ് ആഗ്രഹം. ഏതൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണേലും ഇനി ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം നമ്മൾ നേരത്തെ കാണേണ്ട ആ രീതി ആയിരിക്കില്ലെന്നുള്ള രീതിയിലുള്ള സംസാരം ഓൾറെഡി ഇടവകാംഗങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. നാളെ പൊതുയോഗമുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ഇത് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതിൻ്റെ അനുസരിച്ചും പല സമയങ്ങളിലും പോലീസുകാർ നിയമപാലകരെന്ന് വേണം പറയാൻ. നിയമപാലകർ ഇതിപ്പോൾ അങ്ങോട്ട് പോകും, ഇവരുടെ ഇത്രയേ ഉള്ളൂ, അത് അവർ ജാമ്യം എടുത്ത് അങ്ങോട്ട് പോയി അതങ്ങ് വിട്ട് കളയാന്നുള്ള ഒരു ചിന്ത ഇവർക്കുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ആ കാഴ്ചപ്പാടിലേക്ക് കാര്യങ്ങൾ പോയാൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് വേറെ, ഇടവകയുടെ കാഴ്ചപ്പാട്, രൂപതയുടെ കാഴ്ചപ്പാട് വേറെ രീതിയിലേക്ക് മാറും എന്ന് ഇന്നലത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അത് മാറിയില്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള ഭീഷണികളും സംവിധാനങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും പ്രകടനവും ഒന്നും നടത്തിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ള അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഈ മറ്റുള്ളൊരു മീഡിയയൊക്കെ പറഞ്ഞ് ഇത് കൊണ്ട് ഏതാണ്ട് മയക്കുമരുന്നിൻ്റെ അങ്ങനെയൊക്കെ ഇങ്ങനെ വേറൊരു മീഡിയയൊക്കെ ഉണ്ട്. അതേപ്പറ്റി അങ്ങനാണോ, അതോ ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്തതാണോ, അങ്ങനെ പറ്റുമല്ലോ? അല്ല, എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇവിടെ ഒരു ഫംഗ്ഷൻ വന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇതിവിടെ കൊറോണ പള്ളിയുടെ മുറ്റത്തല്ല, ഏത് പള്ളിയുടെ മുറ്റത്ത് ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് കയറി എന്തും ചെയ്യാം, അത് ചെയ്താൽ ഇവിടെ ആരും ഒന്നും ചെയ്യാനില്ല എന്നുള്ള ധാർഷ്ട്യത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറയും. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ധാർഷ്ട്യമില്ലെങ്കിൽ ഒരു കൊറോണ പള്ളിയുടെ മുറ്റത്ത് കയറി 8 കാറും 5 ബൈക്കും
ഏകദേശം 55ഓളം ആൾക്കാർ വരുവാന്ന് പറഞ്ഞാൽ എന്ത് ധൈര്യത്തോടെയാണ് അവർ വരുന്നത്? ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത്? ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം? ഇവിടെ അച്ഛൻ അവിടെ റോഡിലേക്ക് നേരെ വീണ് ഇവരും അച്ഛൻ്റെ മേത്തോടെ വണ്ടി കയറി പോയായിരുന്നെങ്കിൽ ആരും സമാധാനം പറഞ്ഞാൽ. അച്ഛൻ ഉരുണ്ട് മാറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ്റെ തലയിൽ കൂടെ വണ്ടി കയറി പോകല്ലേ. എന്നിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും യോഗം വെച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇത് മുളയിലേ നുള്ളേണ്ട കാര്യങ്ങൾ മുളയിലേ നുള്ളണം. അത് ഇടഭാഗങ്ങൾ മാത്രം പോരാ, അധികാരികൾ, പോലീസ് അധികാരികൾ, ഭരണകൂടങ്ങൾ ഇങ്ങനെയുള്ള തിന്മയ്ക്കെതിരെ, തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും നടപടിയും എടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴാണ് ഒന്നുമില്ലാത്ത ചില വിഷയങ്ങൾ നമ്മുടെ നാട്ടിലെ സമൂഹത്തിലും ഉണ്ടാകുന്നത്.